ശർക്കര കണ്ടക നിന്മോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധമൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശച്ചിത്തം കഠോരമത്രേ തുലോം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരെല്ലാവർക്കും ഇന്നലെയോളവും. ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാനന്യനും. കേകയപുത്രിക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ. പോകുന്നിതു വനത്തിന്നു ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവ മരുൾ ചെയ്തിതന്നേരം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ഗാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും. തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായത നന്ദൻ ജനഗജ, ലക്ഷ്മി ഭഗവതി ലോകമായ പരാ. മായാഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാവരൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു. നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ ദ്രിജവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാദോനിധിമഥനെ പണ്ടുമന്തരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു കുഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായി തേറ്റമേൽ ശോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഹ്രാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശീബുധൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതിരിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതിൽ. ഭക്തനായോരോ മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയാനാം ത്രിവിക്രമനുമിവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രിപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രിവരനായ രാഘവനാമിവൻ. ധാത്രിയിലപ്പോൾ ദശരഥപുത്രനായി ധാത്രിസുതവരനായി പിറന്നിടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിഭിന്നത്തിനു ദേവഹീതാർത്ഥം ഗമിക്കുന്നിതിന്നതിൻ. കാരണം മന്ധരയല്ല കൈകേയി എല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനഗജ. സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ.
ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി യാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരഘൂതമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനാനന്ദപൂർണനന്ദനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനാനം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലീശന്മാരെ മനുഷ്യനായി ഈശ്വരൻ. രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴങ്ങിനാരേവരും. രാമസീതാരഹസ്യം മുഹൂരീദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം. രാമദേവങ്കലൂറച്ചൊരു ഭക്തിയോ മാമയാനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം. രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഭേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കു മനൂജനും ചീരങ്ങൾ വെവ്വേറെ നൽകി നാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനോ മുടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ. പക്ഷമെന്തുള്ളിലെന്നുള്ളത് എറിയുവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം. ഗൂഢമായി നോക്കി നാളെങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗളദേവത വല്ലഭൻ രാഘവനിങ്കിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം. വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർഷിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാണെന്തിന്തു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തു കാരണം? ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ. സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം.